ഹലോ ട്രേഡേഴ്സ്, വെൽക്കം. നമ്മുടെ എൻഡ് ഓഫ് ഡേ ചാർട്ട് അനാലിസിസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുൻപായിട്ട് നമ്മുടെ എൻഡ് ഓഫ് ഡേ അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം. അതായത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്ന ട്രേഡുകൾ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഞാനൊരു ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കാം. ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്, ദയവായിട്ട് അത് കാണുക. കൂടുതൽ നമ്മുടെ ചാർട്ട് സെറ്റപ്പ് എന്താണെന്നും കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നിഫ്റ്റി സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി ഇന്നലെ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് നല്ല ബുള്ളിഷ് ആയിരുന്നു. പക്ഷെ നമ്മുടെ മാർക്കറ്റിൽ ആ ഒരു ബുള്ളിഷ്നെസ് ഒന്നും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഫസ്റ്റ് ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്രീൻ 3 ഡോട്ടഡ് ലൈൻസ് ഉണ്ട്, അതാണ് നമ്മുടെ CPR. ഇന്നത്തെ CPRലാണ് ആക്ച്വലി സപ്പോർട്ട് എടുക്കുന്ന പോലെ തോന്നി. അതിനുശേഷം CPR ബ്രേക്ക് ഔട്ട് ആണ്. ഇത് തന്നെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ട്രേഡ്. ഓക്കെ, അതായത് ഈ ഒരു ക്യാൻഡിൽ ഉണ്ടോ, ഈ ഒരു ക്യാൻഡിൽ, ഇതാണ് നമ്മുടെ CPR ബ്രേക്ക് ഔട്ട്. നമ്മൾ മുൻപ് പറയാറുണ്ട് CPR ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഇൻഡിക്കേറ്റർ ആണ്. അത് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യും എന്നുള്ളത്. അപ്പൊ ഈ CPR ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് ട്രേഡ്സ് പ്ലാൻ ചെയ്യാറുണ്ട്. CPR റിവേഴ്സൽ, ബ്രേക്ക് ഔട്ട്, അങ്ങനെ ഒരുപാട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ട്രേഡ് തന്നെയായിരുന്നു CPR എന്നുള്ള ഈ മൂന്നാമത്തെ ക്യാൻഡിലിന് ഒരു ബ്രേക്ക് ഔട്ട്. അപ്പൊ നമുക്കത് നോക്കുകയാണെങ്കിൽ ഒരു ഷോർട്ട് പൊസിഷൻ ആണ് നമ്മളൊന്ന് എടുത്തത്, അതായത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ക്യാൻഡിലിന്റെ ക്ലോസിലാണ് എൻട്രി വരുന്നത്. ആൻഡ് ഈ ഒരു സെക്കൻഡ് CPR കണ്ടോ, അതായത് ഈ മിഡിലെ നടുവിലത്തെ CPR, ഇതിന്റെ മുകളിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഏറ്റവും സേഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് CPRന്റെ മുകളിലാണ്. പക്ഷെ അത് നമുക്ക് വളരെ വലിയൊരു സ്റ്റോപ്പ് ലോസ് ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 1:2 റിസ്ക് റിവാർഡ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഈസി ആയിട്ട്. പിന്നീട് ഒരു നമ്മുടെ കൺസേൺ എന്ന് വെച്ചാൽ ഇവിടെ S1 പിവറ്റ് ഉണ്ടായിരുന്നു. ഒരു പക്ഷെ അവിടെ നിന്ന് റിവേഴ്സൽ വരാം. പക്ഷെ സ്റ്റിൽ എങ്കിലും നമുക്കൊരു 1:1 റിസ്ക് റിവാർഡ് എങ്കിലും നമുക്ക് അവിടെ നിന്ന് കിട്ടുമായിരുന്നു. നമുക്ക് അതായത് സ്പേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആ ട്രേഡ് കൺസിഡർ ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ട് താഴെ എന്തെങ്കിലും സപ്പോർട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പക്ഷേ ആ ട്രേഡ് കൺസിഡർ ചെയ്യില്ലായിരുന്നു. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് 1:2 റിസ്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ട്രേഡ് നിഫ്റ്റിയിൽ. അതിനുശേഷം മാർക്കറ്റ് കണ്ടറിയാം നമുക്ക് സൈഡ് വേസ് ആയിരുന്നു. അതായത് ഈ ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഡേ ലോ ആണ്. അതിൽ തട്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തു. പിന്നെ അഗെയിൻ അവിടെ ഒരു സൈഡ് വേസ് ആയിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യാണ് ചെയ്തത്. നമുക്കിനി ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് നമുക്കൊരു ട്രേഡ് കിട്ടിയിട്ടില്ലായിരുന്നു. കണ്ടോ, മൊത്തത്തില് ഞാൻ ഇവിടെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ബെയറിഷ് മൊമെന്റം കാണിച്ചിട്ട് നമ്മളൊരു റീട്രേസ്മെന്റ് കിട്ടുമോ നോക്കി. അതായത് നമ്മുടെ ഈ സ്ലോപ്പിംഗ് EMA, നമ്മൾ ഇന്നലെ എടുത്ത ട്രേഡ്, അതുപോലെ ഈ സ്ലോപ്പിംഗ് EMAയിലോട്ട് ഒരു റീട്രേസ്മെന്റ് കിട്ടുമോ നമ്മൾ നോക്കി. പക്ഷെ നമുക്ക് കിട്ടിയില്ല. നിങ്ങൾക്കറിയാം ഈ ഒരു പോയിന്റിൽ EMA ടച്ച് ചെയ്തിട്ടില്ല. അതുപോലെ ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ EMA ബ്രേക്ക് ഔട്ട് ചെയ്യാണ് ചെയ്തത്. അതിനുശേഷം നമുക്ക് ഇതൊരു പെർഫെക്റ്റ് സെറ്റപ്പ് അല്ല, അതുകൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്യാണ് ചെയ്തത്. അതിനുശേഷം നമുക്ക് കാണാം പിന്നെ സൈഡ് വേസ് ആയിട്ട് നിഫ്റ്റി പോലെ തന്നെ ആണ് മാർക്കറ്റ് ഇന്ന് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അപ്പൊ നമുക്ക് ഇന്ന് ആ ഒരു ട്രേഡ് ഉണ്ടായിരുന്നുള്ളൂ, അത് നിഫ്റ്റിയിലായിരുന്നു. ആ ട്രേഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് CPR ബ്രേക്ക് ഔട്ട് ആണ്. നമുക്കത് ഈസി ആയിട്ട് 1:2 അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.